പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ അനിലേട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ അനിലേട്ടന് ഞായറാഴ്ച ഒഴിവുള്ളൂ. അനിലേട്ടൻ്റെ കുറുക്ക് ഉണ്ടാക്കുന്ന വീഡിയോ. അതായത് വയസ്സാകുമ്പോൾ നമുക്ക് ആരോഗ്യശീലങ്ങൾ കണ്ടമാനുണ്ടാവില്ല. അപ്പോൾ അനിലേട്ടൻ ഒരു കുറുക്ക് ഉണ്ടാക്കുന്നുണ്ട്. വൈകുന്നേരം കാലത്തും കഴിക്കണ്ടേ? ഇല്ലില്ല, രാത്രിയിൽ അവർ 3 പേരാ കഴിക്കണം. ഉണ്ണി വീഴും. വൈകുന്നേരം മാത്രം കഴിക്കുന്ന ഒരു കുറുക്കുണ്ട്. അപ്പോൾ കാലത്ത് അനിലേട്ടൻ പണിക്ക് പോണേലും മുന്നേലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വെള്ളത്തിലിട്ടച്ച് പോവും. എന്നിട്ട് രാത്രി കഴിക്കാൻ നേരത്ത് അത് മിക്സിയിലടിച്ച് കുറുക്കുണ്ടാക്കും. അതാണ് ചെയ്യുക. അപ്പം അത് നമ്മൾ ഒരു വീഡിയോയിൽ അത് പറഞ്ഞപ്പോൾ അത് വീഡിയോ ഇടാൻ പറഞ്ഞിരുന്നു. പക്ഷേ അനിലേട്ടന് എല്ലാ ദിവസവും പണിയുണ്ട്. ഇപ്പോൾ വേനൽക്കാലമായപ്പോൾ അപ്പോൾ അനിലേട്ടന് ഒഴിവുണ്ടായിരുന്നില്ല. അപ്പം ഇന്നലെ ആൾ വന്നിട്ട് പറഞ്ഞു വീഡിയോ എടുത്തു എന്ന് പറഞ്ഞു. ഞായറാഴ്ച അല്ലേ, ഒന്ന് കാലത്ത് വന്നു എന്ന് പറഞ്ഞു. ഞായറാഴ്ച അടക്കം പണിയുണ്ടായിരുന്നു. അങ്ങനെ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. രാവിലെ തന്നെ, ഞായറാഴ്ച കാലത്ത് തന്നെ കേട്ടോ. സമയം കാലത്തെ 7:30 അല്ലേ ചേട്ടാ? ഞങ്ങളെത്തി. ഓ, പേപ്പർ. അനിലേട്ടൻ്റെ പറമ്പിനോട് ചേർന്നത് ഈ അതിർത്തി ഇതാണ്. ഇത് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയേട്ടൻ്റെ പറമ്പാണിത്. അപ്പോൾ ചെറിയേട്ടൻ്റെ പറമ്പ് അല്ലൻ ചേട്ടൻ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. അന്ന് കണ്ടില്ലേ, അന്ന് നട്ടുണ്ടായിരുന്ന മിളക് കുറെ കുരടിച്ചു അല്ലേ? പക്ഷെ എന്നാലും മിളക് നിറച്ചിട്ടുണ്ട് കേട്ടാ. ഉണ്ടമിളകുണ്ട്. ഇവിടെ ഒരു തണ്ണിമത്തം ഉണ്ടായിരുന്ന എന്നിട്ട് പറഞ്ഞു. നമ്മുടെ ഇവിടെയൊക്കെ തണ്ണിമത്തം ഉണ്ടാവണത് അപൂർവ കാഴ്ചയാണ് കേട്ടാ. തണ്ണിമത്തങ്ങ ഉണ്ടായി. വിത്ത് കുഴിച്ചിട്ടതാ? തന്നെ മുളച്ചേ. അത് തിന്നിട്ട് ഇവിടെ ഇട്ടതാ. മുളച്ചല്ല, അതിന്റെ കട കണ്ടില്ലേ? ഇങ്ങനെ മുളച്ച് നോക്കണതാ. അത് ശരി, തന്നെ മുളച്ചു വന്നത്. അത് അപ്പൊ ഉണ്ടാവും മനസ്സിലായി. മറ്റേ കിരണ് പറയണല്ലേ, പച്ച തനി പച്ച. അതിന് വളം ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. കുക്കുംബർ കൊറേ ഉണ്ടായി, ഒക്കെ പഴുത്തു പോയില്ലേ? തീരെ കനപ്പില്ലാണ്ടായി. പഴുത്തിട്ട പൊടിച്ചോണ്ടോണല്ലോ ഒരു കനപ്പില്ലേ? കഴിക്കാം. അയ്യോ, അതെ കൊറേ നിക്കണ്ട ഉള്ളില്. ആ ചേരാട്ട ഒരടക്ക ദൂരെ ഉള്ളിലൊക്കെ ഉണ്ടായി എടുക്കണേ, വെള്ളരിക്ക പോലെ. ഇതാ ചേച്ചി ഇപ്പൊ മോര് കൂട്ടാനിലേക്ക് നോക്കണേ. കുക്കുംബർ ചേച്ചി അവിടെ മോര് കൂട്ടാൻ വെക്കണ്ട്. ഞാൻ വെള്ളരിക്കാൻ ചേർച്ചത്. അത് ഇതാണ് കുക്കുംബർ. ശരിക്കും വെള്ളരിക്കരെ പോലെ തന്നെ കഴിഞ്ഞപ്പോ ഭയങ്കര കയ്പായിരുന്നു. അതാണ് ഞാൻ പൊട്ടിച്ച് കൊണ്ടുപോകാൻ വരാ. അതെ, ഇതുമ്മലും ഉണ്ട്. ഇതുമ്മലും നിറച്ചിട്ടുണ്ടല്ലേ? നിറച്ചാണ് കുക്കുംബർ. കൊണ്ടുപോകാൻ കൂട്ടാൻ വെക്കാലോ. സാമ്പാറിലിടാൻ മോര് കൂട്ടാൻ വെക്കാം. അപ്പൊ കുക്കുംബർ ഇങ്ങനെ ഒരു ഉപയോഗമുണ്ട്. കൂട്ടാൻ വയ്ക്കാം, മോര് കൂട്ടാൻ വയ്ക്കാം. അതെ, കൊണ്ടോട്ടമുളക് ഉണ്ട്. അതിന്റെ ഇഷ്ടം പോലെ കൊണ്ടോട്ടമുളക് ഉണ്ട്. ഉണ്ടാവേണ്ട നമ്മുടെ കൂട്ടാമുളകിന്റെ ഒരു വക ഭേദം നോക്കിയ കളറുള്ളത് വെള്ള. നല്ല എരിവുള്ളത്. ഞാൻ ഇറച്ചി ചൂടുമ്പളേ അവന് കുരുമുളക് കൊണ്ട് സജീന്റെ അവിടെ നിന്ന് പച്ച കുരുമുളക് കിട്ടി. അപ്പൊ അത് ഇറച്ചി ചൂടാനായിട്ട് കുരുമുളകാക്കി കഴിഞ്ഞിട്ട് ഞാൻ അതിന് സെറ്റ് ചെയ്യാനായിട്ട് ചൂടുന്നതിന് മുന്നേ തക്കാളിയും അതേമാതിരി സവോളയും ഈ ക്യാരറ്റും കൂടി ചുറ്റുവെച്ച് ഈ മുളക് 2 കീറി വെച്ചു. തക്കാളി തിന്നാൻ പറ്റില്ല, അത്രയ്ക്ക് എരിവായിട്ടായിരിക്കും കയറി പിടിച്ചിട്ടേ. സരിത കുറെ സാധനങ്ങൾ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് കുറുക്കിലേക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ. ഇത് പകുതിയായിട്ടല്ലോ. പകുതി നമുക്ക് അടിച്ചു കഴിഞ്ഞിട്ടും ഇടുന്നതുണ്ട്. അങ്ങനെയുണ്ടല്ലേ? ഇത് വെള്ളത്തിലിട്ട് കുതിർക്കേണ്ട സാധനങ്ങളാണ് ഇപ്പൊ എടുത്തിട്ടുള്ളത് അല്ലേ? ഇതെന്തിട്ടൊക്കെയാന്ന് പറഞ്ഞേ? സാധാരണഗതിയിൽ രാവിലെയാണ് അനിലേട്ടൻ ഇത് വെള്ളത്തിലിട്ട് പോവാ അല്ലേ? കുതിർത്ത് എന്നിട്ട് രാത്രിയാണ് നമുക്ക് ഉണ്ടാക്കണ്ടേ. അപ്പൊ ഇത് റാഗി, പുല്ല്. ഇത് ചാമ. ഇത് ഉണക്കമുതിരി, ബ്ലാക്ക് ഉണക്കമുതിരി, മത്തങ്ങ കുരു. പെട്ടെന്ന് ഏലക്കായി 5. ഇത് പിന്നെ ഉലുവ. അപ്പൊ അത് ഒരാൾക്കുള്ളത് എനിക്കുള്ള ഭക്ഷണമാണ് ഉണ്ടാക്കണത്. അല്ലാണ്ട് കൂടുതൽ ഉണ്ടാക്കണില്ലേ. നമ്മള് ഇറച്ചി അല്ലെങ്കിൽ മറ്റുള്ള സാധനം വെക്കുമ്പോ 2-3 കിലോ വെക്കണോണം. ഇത് വെക്കുന്നില്ല. ഇത് എനിക്കുള്ളത് മാത്രമാണ് ഒരു ദിവസത്തേക്കുള്ളതാണ്.
ഒരു നേരത്തേക്ക് രാത്രി നേരം ഞാൻ ഇതാക്കണത്. അപ്പോൾ ഇതുകൊണ്ടൊരു 1.5 എടുക്കണുള്ളൂ. ചാമ 1 അതും അതിൻ്റെ അത്രയ്ക്ക് തന്നെ അല്ലേ? എന്തിരിക്കും പേരിന് നമ്മൾ കൈയോട്ട് കുറച്ച് വാരിയിടുക ഇങ്ങനെ കണക്കൊന്നുമില്ല. ആ ഒരു 10-15 10-20 കുടിക്കും. അതുമാതിരി മത്താര കുരു പാറപൊടിയിലാ മത്താര കുരു അതുപോലെ ഒരു 10-25. അതെന്നെ ഇട്ടുള്ളൂ. ഇനി ഇതിലേക്ക് മെയിൻ സാധനം ഉലുവ. ഒരു ടീസ്പൂൺ കേട്ടോ. കയ്പുണ്ടാവും കഴിക്കുമ്പോൾ. അത് വേറെ വെള്ളത്തിലിടും. അത് വേറെ ഇടുക. അത് ഇത് വേവിക്കണല്ലോ, സെപ്പറേറ്റ് വേവിക്കണം. അപ്പൊ അത് കാരണം ഒരു ഗ്ലാസ് 1 ടീസ്പൂൺ നിറച്ചിട്ടുണ്ടല്ലേ? വലിയ ടീസ്പൂണാ? ഒരു ടീസ്പൂൺ അല്ല, 1.5 ടീസ്പൂണിന്റെ അടുത്തുണ്ട് ശരിക്കും. ചിലപ്പോ ശരീരത്തിന് ഏറ്റവും നല്ലത് ഇതാവും ഉലുവ. നമ്മള് പഴയ കാലത്ത് കാരണന്മാര് ഉലുവ കഞ്ഞി വെച്ച് കഴിക്കാന്ന് കേട്ടിട്ടുണ്ട്. നമ്മള് ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പൊ അത് കുറച്ചാളായിട്ടുള്ള ഞാൻ തുടങ്ങിയിട്ട് ഒരു 3-4-5 മാസമായിട്ടുള്ളൂ. പക്ഷെ ഞാൻ വിചാരിച്ചു അല്ല ചേട്ടാ കുറച്ച് ദിവസമാക്കിയിട്ട് പിന്നെ നിർത്തുന്നു. പക്ഷെ അല്ല ചേട്ടാ ഒരൊറ്റ ദിവസം മുടങ്ങാണ്ട് തന്നെ കഴിക്കണം കേട്ടാ. രാത്രി നേരോട്ടാ? രാത്രി മാത്രം. മറ്റത് രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ചോറാണെങ്കിൽ നമ്മള് കഴുത്ത് വരെ കഴിക്കണം. ഇപ്പൊ ഇതാകുമ്പോ പിന്നെ അധികം കഴിക്കില്ലല്ലോ. അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഉണ്ട്. മറ്റേതൊരു കിണ്ണം നിറയെ ചോറുണ്ണണം. ഇപ്പൊ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ലേ? ചോറ് ഉറക്കം കിട്ടില്ല. അതാണ്. ഞാനൊന്നും കഴിച്ചില്ലല്ലോ എന്നുള്ള ഒരു തോന്നല് മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. പിന്നെ അത് ഇതായിപ്പോ അതൊരു ഇതായി. നമുക്ക് വയറിനാണെങ്കിൽ രാത്രി ഒരു സുഖം ഉണ്ടാവും. വയറ് ഭയങ്കരമായിട്ട് നിറഞ്ഞ് കിടക്കുമ്പോൾ ഉള്ള ഒരു വിമ്പിഷ്ടം ഉണ്ടാവില്ല. പിന്നെ ഇതൊക്കെ കഴുകി വെള്ളം ഒഴിച്ച് കുതിർത്തിടും. ഇനി ഇതുപോലെ ഇന്നലെ ഇതേ സാധനങ്ങൾ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട്, കുതിർത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടേ. അല്ലേ ചേട്ടാ? അതുകൊണ്ടാണ് നമ്മൾ ഇതിപ്പോ ഉണ്ടാക്കാൻ പോണേ കേട്ടാ. ഇതിപ്പോ ഒന്ന് കാണിച്ചു എന്ന് മാത്രം. ഇതിപ്പോ അല്ല ചേട്ടാ വെള്ളം ഒഴിച്ചിടുക. അല്ല ചേട്ടൻ ഇന്ന് വൈകുന്നേരം കഴിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചാണ് ഒരു സ്പൂൺ ഉലുവതേ കുതിർന്ന് ഇങ്ങനെ ഇട്ടാ. ഇത് ആദ്യം തന്നെ വേവിക്കലാണ് ആദ്യത്തെ പരിപാടി. ഇതല്ലാണ്ട് മിക്സിയിൽ അടിക്കില്ല അല്ലേ? ഇത് മിക്സിയിൽ അടിക്കില്ല, ഇത് വേവിക്കും. അത് കത്തിച്ചിട്ട് എടുത്ത് വെക്കുക. ഇത് അപ്പൊ വേവിക്കാൻ വെച്ചു. ഇനി മറ്റത് നമുക്ക് മിക്സിയിൽ അടിക്കാം ഈ സമയം കൊണ്ട്. അത് വേണ്ട സമയം കൊണ്ട് ബാക്കിയുള്ള ബാക്കി സാധനങ്ങളൊക്കെ ഇന്നലെ നന്നായി കഴുകി 2-3 വട്ടം കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇതിന് വീണ്ടും കഴുകുന്നു. അല്ല ചേട്ടാ? മുന്തിരിക്ക് വീർത്തുട്ടാ കേട്ടാ. വീർത്ത മുന്തിരിക്ക് ടേസ്റ്റ് കൂടുതലുണ്ടോ? അല്ല ചേട്ടാ ഒരു മുന്തിരി കുറഞ്ഞ കുഴപ്പമുണ്ടാവും? അതൊന്നുമില്ല, നമ്മള് കൈകൊണ്ട് വാരിയുന്നതല്ല. അപ്പൊ അല്ല ചേട്ടാ കഴുകി വേഗം നമുക്ക് മിക്സിയിൽ അടിക്കാൻ. മുന്തിരിയുടെ എണ്ണ ഇനിയും കുറയും. അപ്പൊ ഇത് നന്നായി കഴുകി ഇന്നലെ വെള്ളത്തിലിട്ട് കുതിർത്തത് വീണ്ടും കഴുകാൻ പോവല്ലേ ചേട്ടാ? അപ്പൊ അത് പറഞ്ഞിട്ട് നിർത്തിക്കോ. തിളച്ചു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് സിമ്മിലിട്ടു. കഴുകി അരിപ്പ വേണം. അല്ലാ ചാമയും പുല്ലൊക്കെ പോവും. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. പിടിച്ചോട്ടാ? പിടിച്ചു. പറ്റേ ഞാൻ അതിലേക്ക് ഇടാനുള്ള ഒരു സാധനം കൂടി ഞാൻ കൊണ്ടുവരാം. ഒരു 5 ഈത്തപ്പഴത്തിൻ്റെ ഉണ്ട്. വേറെ ചേർക്കില്ലൊന്നും ചേർക്കും. ഒരു ലേശം വെല്ലത്തിൻ്റെ ചേർക്കും. അതല്ലെങ്കിൽ ഉലുവ ഭയങ്കര കനപ്പല്ലേ. നമ്മൾ ഈ കനപ്പിൽ ഉലുവ കഞ്ഞിയൊന്നും കുടിക്കാനൊന്നും നമ്മളില്ലേ. ഇത്തിരി ടേസ്റ്റിൽ തന്നെ കഴിക്കുന്നേ. 5 ഈന്തപ്പഴം തൊലി കളഞ്ഞിട്ടല്ലേ? തൊലിയില്ലേ, കുരു കളഞ്ഞിട്ടിരുന്നു. അതേ അല്ലാണ്ട് പണീനെ കുറിച്ചിട്ട്, അതായത് കാലത്ത് നേരത്തെ പണിക്ക് പോകണ്ടെന്ന് പറയുന്നുണ്ട്. എന്തുട്ടാണ് ആളുടെ പണി എന്നുള്ളത് നമ്മൾ ഒരു തവണ കാണിച്ചിട്ടുണ്ട്. ഈ നെല്ല് പാടത്ത് ചോക്കാൻ പോണത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു എക്സ്ട്രാ പണിക്ക് പോണതാ. അവിടുത്തെ പണി കഴിഞ്ഞിട്ട് പോണതല്ല. മുളന്താവ് FCAയിലാണ് പണി. അവിടെ പണി ഇല്ലാത്ത ദിവസം വെല്ലപ്പഴം കിട്ടുമ്പോ പുറമേക്ക് പോണ്. അവിടുത്തെ കഴിഞ്ഞിട്ട് കേട്ടാ. കഴിഞ്ഞിട്ട്. അവിടുത്തെ കഴിഞ്ഞിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് 5 ദിവസം കഴിഞ്ഞിട്ട് 6 ദിവസം കഴിഞ്ഞിട്ട് 7 ദിവസം കഴിഞ്ഞിട്ട് 8 ദിവസം കഴിഞ്ഞിട്ട് 9 ദിവസം കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് 11 ദിവസം കഴിഞ്ഞിട്ട് 12 ദിവസം കഴിഞ്ഞിട്ട് 13 ദിവസം കഴിഞ്ഞിട്ട് 14 ദിവസം കഴിഞ്ഞിട്ട് 15 ദിവസം കഴിഞ്ഞിട്ട് 16 ദിവസം കഴിഞ്ഞിട്ട് 17 ദിവസം കഴിഞ്ഞിട്ട് 18 ദിവസം കഴിഞ്ഞിട്ട് 19 ദിവസം കഴിഞ്ഞിട്ട് 20 ദിവസം കഴിഞ്ഞിട്ട് 21 ദിവസം കഴിഞ്ഞിട്ട് 22 ദിവസം കഴിഞ്ഞിട്ട് 23 ദിവസം കഴിഞ്ഞിട്ട് 24 ദിവസം കഴിഞ്ഞിട്ട് 25 ദിവസം കഴിഞ്ഞിട്ട് 26 ദിവസം കഴിഞ്ഞിട്ട് 27 ദിവസം കഴിഞ്ഞിട്ട് 28 ദിവസം കഴിഞ്ഞിട്ട് 29 ദിവസം കഴിഞ്ഞിട്ട് 30 ദിവസം കഴിഞ്ഞിട്ട് 31 ദിവസം കഴിഞ്ഞിട്ട് 32 ദിവസം കഴിഞ്ഞിട്ട് 33 ദിവസം കഴിഞ്ഞിട്ട് 34 ദിവസം കഴിഞ്ഞിട്ട് 35 ദിവസം കഴിഞ്ഞിട്ട് 36 ദിവസം കഴിഞ്ഞിട്ട് 37 ദിവസം കഴിഞ്ഞിട്ട് 38 ദിവസം കഴിഞ്ഞിട്ട് 39 ദിവസം കഴിഞ്ഞിട്ട് 40 ദിവസം കഴിഞ്ഞിട്ട് 41 ദിവ
ഇത് പോരാണ്ട് അവിടെ സെയില് എല്ലാ ദിവസം ഉണ്ടാവും. ഒരു മാസത്തിലൊരു 22 ദിവസം 24 ദിവസം ഉണ്ടാവും. അപ്പോൾ ആ പണി എന്തുവാന്ന് പറഞ്ഞു തരാം കേട്ടോ. ഇനി വെള്ളം ഒരു ഗ്ലാസ് ഒഴിക്കണ്ടല്ലേ? ഇതിന് വെള്ളത്തിൽ എന്തായാലും വേണ്ടി വരും. ഇത് പിന്നെ പോരായോ? 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കണ്ട്. വെച്ചിട്ട് അടിച്ചു മൂടണം കേട്ടോ, എന്നിട്ട് അടിച്ചോളാം. ആദ്യം മൂടി വെച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ വെക്കുക. എന്താ പറയാല് നോക്കട്ടാ കുഴിച്ചോ. ലേശം ഇത് കഞ്ഞി പോലെ കുടിക്കുക. വെള്ളം ഒഴിച്ചു കൂട്ടാ. പിന്നെ ചെറിയ കുറുക്ക് പോലെ ഞാൻ കപ്പന കുറച്ചുകൂടി വെള്ളം എടുത്തിട്ട് ഇനി ഇത് കഴുകി ഒഴിക്കണം അല്ലേ? ഇനി മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് ഇത്തിരി വെള്ളം ഒഴിക്കണം കേട്ടാ. എന്തായാലും ഇതിൽ വെള്ളം ഒഴിക്കണം. അപ്പൊ ഇത് കഴുകി ഒഴിക്കില്ല നല്ലത്. അതെ. ഉലുവ തുറന്നുകൂടാ? ഇത് ഞാൻ അപ്പുറത്തേക്ക് ചേട്ടൻ്റെ നീ അവിടെ നിന്നോ? അല്ല സ്റ്റൗവിൻ്റെ അടുത്ത് അല്ല ചേട്ടൻ ഇരുന്നോട്ടെ. ഇത് നീ ഉലുവായിരിക്കും ഒഴിക്കുമോ? ഉലുവ തിളപ്പിച്ച വെള്ളം അടക്കം ഇതിലേക്ക് ഒഴിക്കുക. ഊറ്റി മാറ്റുന്നില്ല ഒന്നും മാറ്റി. അപ്പൊ അതിന്റെ ഇത് പോവില്ല. അല്ലെങ്കിൽ സത്ത് പോവില്ല. ഇനി എന്നിട്ടാ ചെയ്യാൻ? ഇതിലേക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. പാല് തിളപ്പിച്ച പാലാ? തിളപ്പിച്ച ഇത് എന്തായാലും വേവാൻ പോണത് തന്നെ. തിളപ്പിച്ചില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ തീ എത്തിക്കണം. വരെ ഒരു മിനിറ്റ്. ഇതിലേക്ക് ഇനിയും ചേർക്കാണ്ട് ഇനി മധുരമുണ്ട്. ചോറുന്നാന്ന് തോന്നുന്നുണ്ട്. എന്നിട്ട് ശർക്കരയെ ഇതില് കണ്ടവാന സാധനങ്ങളായില്ലോ. പോഷക അല്ല മധുരം. ഉലുവ ഭയങ്കര കയ്പുണ്ടാവില്ലോ? ഉലുവ ഭയങ്കര കയ്പല്ലേ? ഇതിന് കൂടെ വെള്ളത്തിലിട്ടാ സുലുവ അരച്ച് ചേർത്തിട്ടുണ്ടാക്കി. അപ്പൊ കഴിക്കാൻ പറ്റില്ല. കച്ചിട്ട് ഇങ്ങനെ വേവിച്ച് ചേർക്കാം. മറയൂർ ബെല്ലം ഒരു ലേശം മധുരത്തിന് എന്തോരുണ്ട്? അത് കൈ കൊണ്ട് നമ്മള് ഇതിലേക്ക് ആവശ്യത്തിന് ഒരു ടീസ്പൂണ്. ഒരു ടീസ്പൂണല്ല, 2 ടീസ്പൂണ് എടുത്ത് അടപ്പത്ത് വയ്ക്കിട്ടാ. കുറുക്കുണ്ടാക്കുമ്പോഴത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൈ എടുക്കാണ്ട് ഇളക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഒരേ ഇതുപോലെ ഇളക്കണം, തോന്നിയ പോലെ ഇളക്കാം. അതൊക്കെ എങ്ങനെ വേണമെങ്കിലും ഇളക്കാം. അടിയിൽ പിടിക്കാൻ പാടില്ലെന്ന് മാത്രം. ഗ്യാസ് ചെല്ലുമ്പോ നേരെ ഇത് അരച്ചിട്ടുള്ള കാരണേ അടിയിൽ പിടിക്കുക. അല്ലാണ്ട് അരച്ചിട്ടില്ലെങ്കിൽ അടിയിൽ പിടിക്കാനൊന്നും ഇല്ല ഇതില്. ഇനി ഇതിൽ വേറെ വല്ലതും ചേർക്കോ? ഇതിലിഞ്ഞി ഈ മധുരം ഭയങ്കര കുറവാണ്. ഞാൻ ഇത്തിരി താനൊഴിക്കും. അത് തണുത്ത് കഴിഞ്ഞിട്ട് കുടിക്കും. അതല്ല, ഇതിപ്പോ ഈ ഷുഗർ ഉള്ളവർക്ക് ഈ ശർക്കര കഴിച്ചാൽ ശരിയാവും. കുറവല്ലോ. ഷുഗർ ഉള്ളവര് ശർക്കര ഇടണ്ടല്ലേ? ഷുഗർ ഇല്ല, അതുകൊണ്ടല്ലേ ചേട്ടൻ ശർക്കര ഇട്ടു. ചേട്ടൻ കഴിക്കുമ്പോ ശർക്കര ഇടണ്ട. ചെറിയേട്ടൻ ഞായറാഴ്ചയായിട്ട് വടക്കുന്നാഥനിൽ പോയിട്ട് എത്തി അല്ലേ? വടക്കുന്നാഥനിലേക്കല്ലേ പോയത്? തിരുവാണിക്കാവിലേക്ക് പോയി. എന്റെ വൈകുന്നേരത്തെ ഭക്ഷണം കുറുക്ക്. ചെറിയേട്ടൻ പുതിയതൊന്നും കണ്ടുപിടിച്ചില്ലേ? ചെറിയേട്ടനെ എന്റെ ചേട്ടനെയൊക്കെ എല്ലാവരും അന്വേഷിക്കുന്നു. കണ്ടിട്ട് കുറെ നാളായി എന്ന് പറഞ്ഞിട്ട്. എന്തിട്ടാ കാലത്തേക്ക് ഫുഡ് ചെറിയേട്ടാ? ഇഡ്ഡലിയാ? അന്നുചേട്ടൻ മുളന്താവിലെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതായത് FCA ഗോഡൌണിലാണ് ജോലി. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ജോലിയാണ് അല്ലേ പറയുമ്പോ? പക്ഷെ കൃത്യമായിട്ട് ഇത്ര മണിക്ക് പോയിട്ട് ഇത്ര മണിക്ക് വരുന്ന ജോലിയല്ല. അല്ല ചേട്ടാ, ചില ദിവസം രാത്രി 1 മണിക്കൊക്കെ പോവാ. അതുപോലെ പണി കഴിഞ്ഞ് വരുമ്പോ ചിലപ്പോ കാലത്ത് പോയിട്ട് പണി കഴിഞ്ഞ് വരുമ്പോ രാത്രി അല്ലെങ്കിൽ പുലർച്ചയ്ക്കൊക്കെ വരാം. അപ്പൊ അല്ലേണ്ട പണി എന്ന് പറഞ്ഞാൽ ഓഫീസിലത്തെ കണക്കെഴുത്തല്ല, കട്ടിയിലേക്ക് കടന്നു. അപ്പൊ സിമ്മിലിട്ടു കേട്ടോ തീ. പിന്നെ വേഗം വെന്തോളും. കുതിർന്നിരിക്കണമല്ല അല്ലേണ്ട പണി എന്ന് പറഞ്ഞാൽ. ഈ ചാക്ക് ചോക്കില് തീവണ്ടിന്ന് ഇറക്കണേ ചാക്ക് ഈ പഞ്ചാബ് ഹരിയാന ഇങ്ങനെയുള്ളടത്തുനിന്ന് വരുന്ന അരി ഇവിടെ ഇറക്കലിന്. അരിയും ഗോതമ്പൂല്ലേ? അരി സ്റ്റോക്ക് ചെയ്ത് വെക്കണ സ്ഥലമാണ് അതന്നെ. എന്ന് പറഞ്ഞാ തീവണ്ടിയിൽ ചരക്ക് വന്നാ പുലർച്ചെ 3 മണിക്ക് പണി തുടങ്ങും. പിന്നെ അത് ഇത്ര മണിക്കൂറിനുള്ളിൽ കാലിയാക്കണമെന്നുണ്ടല്ലോ. ഒരു ട്രെയിൻ എത്ര ബോഗിണ്ടാവും? അത് ഇത്ര മണിക്കൂറിനുള്ളിൽ കാലിയാക്കിയില്ലേ പിന്നെ റെയിൽവേക്ക് ഫൈൻ കൊടുക്കേണ്ടി വരും. അത് നിങ്ങളുടെ പിടിക്കാം. അത് ഞാൻ പിടിക്കും. അതുകൊണ്ട് സ്പീഡ്
എത്രയും വേഗം ഇറക്കിയിട്ട് ട്രെയിൻ വിടണം. അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ അത് ആ ചരക്ക് ആ ട്രെയിനിന്റെ ഉള്ളിൽ നിന്ന് ഇറക്കിയില്ലെങ്കിൽ ഫൈന് വരെയെന്നാ പോയി. പണ്ട് 100 കിലോന്റെ ചാക്ക, പണ്ടല്ല എത്ര കൊല്ലം മുമ്പ് 100 കിലോ, 20 കൊല്ലായി. 20 കൊല്ലം മുമ്പ് 100 കിലോന്റെ ചാക്കയായിരുന്നു, ഇപ്പൊ 50 കിലോനായി. 50 കിലോ. ആ, അപ്പൊ ഈ ട്രെയിനിന്റെ ഉള്ളിൽ നിന്ന് ഈ ചാക്ക് കയറ്റിട്ട് ഒരു ട്രെയിനിൽ എത്ര ചാക്ക് ഉണ്ടാവും? അത് ഒരു 1250 ചാക്ക്. എത്ര പണിക്കാർ വെച്ചിട്ടാ? അത് ഞങ്ങള് ഒരു ടീമില് 10-12 പേരുണ്ട്. പക്ഷേ ഒരു 10 പേരെ വേറെയും കൂട്ടും. അങ്ങനെ ഒരു ഓരോ ടീമില് ഇവിടെ ഇപ്പൊ ഒരു 5 ടീമുള്ളോ. പിന്നെ പുറമൊന്നും ഇത് കറക്റ്റ് ടൈമിന് ഇറക്കി കഴിക്കാൻ വേണ്ടിട്ടേ പുറമൊന്നും ആൾക്കാരെ വിളിക്കും. സമയം വൈകി കഴിഞ്ഞാൽ പശുക്കാരാ. അപ്പൊ ആൾക്കാർ കുറവാണ്, പെൻഷൻ പറ്റി പോണ്. അതിന് പുതിയ പണിക്കാർ വരുന്നില്ല. പോണതിനനുസരിച്ചിട്ട് പുതിയ ആൾക്കാർ വരുന്നില്ല, എടുക്കണില്ല അല്ലേ? എടുക്കണില്ലേ, ചാക്ക് പണിക്ക് എടുക്കണില്ല. ഈ ബോഗിയുടെ ഉള്ളിൽ നിന്ന് എത്ര ദൂരം വരെ ചാക്കായിട്ട് ചോക്കണം? അത് ചിലപ്പോ ഗോഡൌണിന്റെ അറ്റത്തേക്കാണെങ്കിൽ ഒരു 25 മീറ്റർ ചോക്കേണ്ടി വരും. എന്നിട്ട് എത്ര ടീയില് 24 ഉയരം, 24 ടീ ചാക്കിന്റെ ഉയരത്തിലേക്ക് ഇത് ചാക്ക് ഒരു പുറത്തല്ല എടുക്ക ചാക്ക്? ഇവിടെ പുറത്ത് തന്നെയാ. തൃശ്ശൂര് പുറത്താ. ബാക്കി തൃശ്ശൂരും ചാലക്കുടിയിലും മാത്രമേ പുറത്തുള്ളൂ. ബാക്കി എല്ലായിടത്തും തലയിലെ ചോക്ക. ഇപ്പോഴത്തെ ചൂടറിയാലോ. അതിപ്പോ ഞങ്ങളുടെ അവിടെ ആൾക്കാർ കുറയുന്നതിനനുസരിച്ച് ഗോഡൌൺ കുറച്ച് ബാക്കിയുള്ളടത്ത് കോൺട്രാക്ട് കൊടുക്കുക. ഞങ്ങളിപ്പോ സ്ഥിരപ്പണിക്കാരായ കാരണം ഓരോ സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. മോളത്താവില് എത്ര ടണ്ണായി ഈ സ്റ്റോക്ക് വയ്ക്കാൻ പറ്റാ? 55,000 ടൺ. നമുക്ക് ഈ പണിയുടെ കാടിന് എപ്പോഴാ മനസ്സിലാവുന്നറിയോ? വേനൽക്കാലല്ലേ. ഇപ്പൊ ഈ ചൂട് നമുക്ക് വീടിന്റെ ഉള്ളിൽ നമുക്ക് ഇരിക്കാൻ പറ്റണില്ലേ? നമ്മൾ AC ഒക്കെ ഇട്ടിട്ടിരിക്കണം പകൽ. ഈ സമയത്ത് അല്ല ചേട്ടൻ പണിക്ക് പോയിട്ട് വൈകുന്നേരം വരുമ്പോ അല്ല ചേട്ടനെ കാണുമ്പോഴേ നമുക്ക് വിഷമാവും. കാരണം ഒന്നാമത്തേല് ഈ ഇത്ര ചുട്ട് പഴുത്തിട്ടാണ് ഈ തീവണ്ടി എടുക്കണ്ടാവുക. പിന്നെ അവിടെ മരങ്ങളും ഒന്നുമില്ല. അപ്പൊ നിലവും ഒക്കെ പഴുത്തിട്ട് എടുക്കണ്ടാവും. അപ്പൊ ചെരുപ്പൊന്നും ഇടില്ലല്ലോ അല്ലേ? ചെരുപ്പ് ഇപ്പൊ ആൾക്കാർ ഇടും. ചെരുപ്പിടാണ്ട് ലോറിയിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. ഈ തകട് ലോറികളല്ലേ, കുറെ പേര് ചെരുപ്പിടുന്നുണ്ട് ഇപ്പൊ. എന്നിട്ട് ഈ സ്റ്റോക്ക് ചെയ്ത സാധനം നേരെ ട്രെയിനിലേക്ക് അല്ല ലോറിയിലേക്ക് അല്ല ഇതിന്ന് ട്രെയിനിന്ന് അത് നേരിട്ട് ഇറക്കണ ഗോഡൌൺ ഉണ്ട്. പിന്നെ നേരിട്ട് ലോറിയിലേക്ക്, അല്ലെങ്കിൽ പിന്നെ ലോറിയിൽ കയറ്റിട്ട് ഗോഡൌണിൽ കൊണ്ട് ഇറക്കണം. പറ്റാത്തടത്ത് നേരിട്ട് ഇറക്കാൻ പറ്റാത്തടത്ത് ഈ എല്ലാ ഗോഡൌണിലേക്കും ട്രെയിനിന്റെ സൗകര്യം ഇല്ലല്ലോ. ഇല്ലാത്തടത്ത് ലോക്കൽ അടിച്ച് ഇറക്കല് അതിന്റെ ഉള്ളിൽ തന്നെ. അതിന്റെ ഉള്ളിൽ തന്നെ ഈ വാഗനിൽ പിന്നെ 10 മണിയായിട്ട് പണി തുടങ്ങുള്ളൂ. 10 മണി തൊട്ട് ഒരു 3:30 വരെ ലോറി കിടത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 4 മണി 4:30 ആകുമ്പോഴേക്കും പണി കഴിയും, വീട്ടിൽ പോരാ. ഇപ്പൊ അടുത്ത കൊല്ലം റിട്ടയർ ആവില്ലേ? അടുത്ത കൊല്ലം ഒരു 7-ാം മാസത്തില് ഇതുണ്ട്. അപ്പൊ അത് കേട്ടിട്ടുള്ള ഇനി ചോറിന്റെ കുറയ്ക്കണല്ലോ. നമ്മുടെ മല്ലുപണി കഴിയുമ്പോഴേ കൂടി നിന്ന് കൂട്ടുകാരൻ രാജ്യം പറഞ്ഞിട്ടുണ്ട് 60 കഴിഞ്ഞാൽ ജിമ്മിന് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനതിന് മുന്നേ 2 കൊല്ലം മുന്നേ പോണ്. ആദ്യം പോയിരുന്നു, പിന്നെ പോവാണ്ടായി. ഇപ്പൊ കുറച്ചു നേരം വെച്ച് പോണ്. അത് വിചാരിച്ച് ബോഡി ബിൽഡർ ആവാൻ മത്സരത്തിന് ഇറങ്ങാനില്ലേട്ടാ, നമ്മുടെ ശരീരം നോക്കാൻ. അതെ, ഇത്രയധികം ഹാർഡായിട്ടുള്ള പണിയെടുത്തോടുന്ന ആൾക്കാരെ ഇത്രയ്ക്കധികം പണിയെടുത്തോടുന്ന ആൾക്കാർ പെട്ടെന്ന് ഒരു ദിവസം തൊട്ട് പണിയെടുക്കാണ്ടിരുന്നു. അല്ല ചേട്ടനെ ഇനി വെറുതെ ഇരിക്കില്ല. ഇത്രയും വലിയ പണി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇവിടെ കിടന്നു സ്വന്തം പറമ്പ് ഇതൊക്കെ ഒരു ഹോബിക്ക് ചെയ്യുന്ന ഇതുള്ളോ. നമുക്ക് അവിടെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല. എന്നിട്ട് ചെയ്യപ്പോ കുറച്ച് ചാക്ക് എന്തെങ്കിലും ഇവിടെ ഇറക്കിയിട്ട് ടെറസിന്റെ മുകളിൽ കുറുക്ക് അവസാന ഘട്ടത്തിലേക്ക് അല്ലേ? ഒരു 10 മിനിറ്റ് നേരല്ലേ വേവിക്കേണ്ടി. ഇത് ഇരുന്നിന് കട്ടയില്ലേ? കണ്ട അല്ല ചൂടാറുമ്പോ നമ്മളതിന് അത്ര ചൂടാറാൻ വെക്കില്ലല്ലോ. നമുക്ക് വാങ്ങി കഴിക്കാൻ പറ്റുന്ന ഇതിന് സീമിക്ക് 1 ടീസ്പൂൺ കൊടുക്കാറുണ്ട്. 1 ടീസ്പൂൺ അല്ല, 1 പിഞ്ഞാണോ സുമാക്രം കഴിക്കാറുണ്ട്. ബാക്കിയുള്ള ഞാൻ കഴിക്കും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇപ്പോ പണിയുള്ളതല്ലേ. അല്ലെങ്കിൽ പിന്നെ നാളെ എണീക്കുമ്പോ ഇതിന് ഒരു ഉറക്കം കഴിയുമ്പോഴേക്കും നമുക്ക് വിശന്ന് ഉറങ്ങും കഴിക്കുമ്പോ. അല്ല, മറ്റത് ചോറിനുമ്പോ അത് തോന്നില്ലല്ലോ. മറ്റേ നമുക്ക് ചോറിനുമ്പളേ അത് തോന്നില്ല.
ഇതായിട്ട് അതേ തീ എടുത്താൻ പോവാ. ഇതില് ചേച്ചി ഇതൊരു ഇത് കഴിച്ചിട്ട് വേറെ വല്ലതും കഴിക്കുവോ? ചോറ വല്ലതും കഴിക്കുവോ? പോവാ. പേരിന് അതൊരു പിഞ്ഞാണല്ലേ കഴിക്കാറുള്ളൂ. ഇനിയിപ്പോൾ ഇത് ചൂടാറാനായിട്ട് വെച്ചിരിക്കണേ. അപ്പോൾ ചൂടാറുന്നതിന് മുമ്പ് ഇതിലേക്ക് ഒരു ടേസ്റ്റിന് കുറച്ച് സാധനങ്ങളുണ്ട്. കപ്പലണ്ടി ഇല്ലേ? അത് കപ്പലണ്ടി, കുറച്ച് കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ് ഇട്ടാ. ഞാൻ പറഞ്ഞില്ലേ ഇതിനേക്കാളും ഇത്തിരി ചോറിന് നല്ലത് കേട്ടാ. അണ്ടിപ്പരിപ്പ് അധികം ഒന്നും ഇട്ടിട്ടില്ല, ഒരു 5-6 ഏയ് കഴിക്കുമ്പോ ഒരു ഇത് വേണ്ട. അതന്നെ ഇളക്കണം. ഇത് നിങ്ങൾക്ക് പറ്റുമെന്ന് അറിയില്ല കേട്ടോ. അത് ഉലുവേറെ കനപ്പുള്ള കാരണം ഏത് കനപ്പള്ളം കഴിക്കും ഇവിടെ. കയ്യിൽ ചെറുതാ, ഈ കയ്യിൽ ചെറുതാ ചെറുതാ. ഇതുകൊണ്ട് ചെരിച്ചാൽ മതി വക്കതുകൊണ്ടെന്ന് ചൂടുണ്ടോ? ഇതുകൊണ്ട് ചെരിക്ക് ചേട്ടാ. അപ്പോൾ ഇതിന് പക്കത്ത് നിറയാവും. ഇത്രയ്ക്ക് മതി എനിക്ക്. ഒഴിച്ചോ. ഞാനിത് ഇവിടെ വന്നിട്ട് കഴിച്ചിട്ടുണ്ട്. അല്ലേ? എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല കഴിക്കാൻ. കഴിക്കണ്ട സമയം ഇപ്പൊ ചെറിയേട്ട മുങ്ങാണല്ലോ. തൊടിലാണ് മധുരം ഇതിലൊരു ലേശം കിട്ടുള്ളൂ. ഒരു ടീസ്പൂൺ കഴിച്ചാൽ ചേരാൻ ഒരു മധുരമായിട്ട് തോന്നൂല്ല ഇതില്. ചേരേടൻ ചേരേണ്ട ഭക്ഷണത്തിനായിട്ട് ഇഡ്ഡലി കൊണ്ടിരുന്നില്ല. വെല്ലിച്ചന്റെ ഇന്നത്തെ സാധാരണ ഇഡ്ഡലിയാ? ചതഞ്ഞ ഇഡ്ഡലി ടൈപ്പ് അല്ലേ? അത് ഭയങ്കര സോഫ്റ്റ് ആവുമ്പോഴേ അതിങ്ങനെ വീറും. എന്നിട്ട് പിന്നെ ഒരാമല്ലേ പറ്റും. ചൂടാറിയിട്ടില്ല ഇത്, വായ പൊളിക്കണ്ട. അല്ലെങ്കിൽ ചേട്ടാ ചൂടുണ്ടെങ്കിലും വക വയ്ക്കാണ്ട് കഴിക്കാറില്ല. ഇത് വായ പൊള്ളും, ഇത് വായ പൊള്ളും. അതെ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ എന്തായാലും സമാധാനമായിട്ട് ഒരുമിച്ച് നിന്ന് കഴിക്കല. നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം ഫാൻ്റെ അടിയിൽ ചെന്നിരിക്കും. അത് ചൂടാറുന്ന സമയം കൊണ്ട് അല്ലേട്ടൻ ഞങ്ങൾക്ക് 2 കരിക്കിട്ട് തരാൻ പോവാണ്. 3 കരിക്ക്. അണ്ടി ചുട്ട് തല്ലി ഇത് കണ്ട ഇവിടെ ചുട്ട്. അത് അവിടെ ഉണക്കിട്ട് ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. ചെറിയേട്ടന്റെ പോലെ അല്ല ചേട്ടനും ഉണ്ടാക്കിയ. 25 കിലോ അണ്ടി വാങ്ങിച്ചിട്ടുണ്ടല്ലോ. തല്ലി നോക്കിയേ, ഓരോ തല്ലിയേക്കാം. അതിപ്പോ പിന്നെ ചുട്ടതാ. കുഴപ്പമില്ല. അയ്യോ അതിന്റെ അതെടുക്കാം എടുക്കാം എടുക്കാം. തല്ലി നോക്കിയേ. ഇതിന്റെ ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ചേട്ടൻ 10-60 കിലോ വാങ്ങിക്കുന്നത്. ആ ചിറ്റി കൊണ്ടടിച്ചോ രാജു. കണ്ട ഇരിക്കാൻ വേണ്ടിട്ട് സെറ്റപ്പ് ഒക്കെ നാച്ചുറൽ സെറ്റപ്പാണ്. അത് വേനൽക്കാലത്ത് അത് വാങ്ങിച്ച് കുറച്ച് ദിവസം വെയിലിട്ടിട്ടു. എന്നിട്ട് അകത്ത് പരത്തിട്ട് നോക്കുക. എന്തോരം അതാണ് ഇതിന്റെ ഗുണം. അതാണ് നമ്മള് നിർത്തില്ല, നിർത്താനേ തോന്നില്ല. അതിലും നിർത്തില്ല. പൊട്ടിക്കുന്നൊരു ചിറ്റി കൊണ്ട് ഇത് വെറുതെ ഇതവന് നല്ല ഇഷ്ടമാണ്. ഇതെന്തോരം മറ്റേ അണ്ടിപ്പരവാൻ കഴിക്കില്ല. കഴിച്ചോ. നീ കരിക്കിൻ്റെ അടുത്ത് പോവാം. ഇവനിടയ്ക്ക് വിളിക്കും. അപ്പൊ ഇവന് വലിയ മടിയാ. 2 എണ്ണം കൊടുക്കും വിളിക്കും. ഇവൻ മതി എന്ന് പറഞ്ഞ് പോണ തന്നെ പോവാ അങ്ങോട്ട്. മതി നീ പിന്നെ തിന്നാ. സീമ അവിടെ കൂർക്കയുടെ ടൈം കഴിഞ്ഞിരിക്കും. ഇത് യാത് മുള ഉരുണ്ട് തോട്ടി മുള ഉരുണ്ടിട്ട് കൈമിലേക്ക് വീഴും. ഞങ്ങൾ കഴിക്കാൻ പോവാട്ടോ. ചൂടാറി നല്ല കനപ്പുണ്ടാ. കറപ്പില്ല. അല്ല ഞാൻ എനിക്കിപ്പോ സ്ഥിരം കഴിക്കില്ല. അത് ഈ മധുരം പിന്നെ ഉപ്പിൻ്റെ ഒരു പോരായ്മയുണ്ട്. ഉപ്പ് ഒരു പൊട്ട് ഒന്നുള്ളതാ. ഞാനിതുവരെ ഇട്ടിട്ടില്ല ഉപ്പ്. കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ കഴിക്കാൻ സുഖമായിട്ട്. സരിത ചാടുപെടുന്ന തന്നെ കഴിക്കുന്നത്. ഇത് നീ പെട്ടെന്ന് വായിലേക്ക് എടുത്തിട്ട് ആയിരിക്കോട്ടെ. ചൂടുണ്ട്. ചൂടുണ്ട്. ഇത്തിരി കഴിച്ചോ ചേട്ടാ. അതിന് മധുരം എന്ന് പറയുന്ന സാധനം ഇല്ല. ഇനി ഇഡ്ഡലി കഴിച്ച് വയറ് പറഞ്ഞല്ലേ. ചെറിയേട്ടൻ ഞായറാഴ്ച വടക്കുന്നാഥിലേക്കല്ലേ പോവാറ്? പിന്നെന്താ? സച്ചിന്റെ പിറന്നാൾ. അതെ.
ആ കഴിഞ്ഞു. ഓ ഇന്നും ചെലവ്. ഓ വയ്യ അല്ല ജഗ്ഗു. കഴിക്കട്ടാ. സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് ഇതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് തീ കഴിക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല. എനിക്കിത് മുന്നേ തോന്നുന്നു കഴിച്ചപ്പോൾ എനിക്ക് തോന്നുന്നില്ല. സരിതന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഉലുവ കടിക്കുമ്പോഴൊന്നും കഴിപ്പില്ല. എനിക്ക് ഉലുവ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കില്ല. അത് എനിക്ക് നല്ല ഇഷ്ടമാണ്. പറയാൻ പറ്റില്ല അത്രയും ടേസ്റ്റാണ്. അവനെ ഏത് കഴിച്ചാലും അങ്ങനെ തന്നെയാ. നീ കഴിക്കില്ലേ അത്? കഴിക്കുന്നിട്ട് പറമ്പ് കുഴപ്പമില്ല കഴിക്കാൻ. വെളിച്ചം കരിക്ക് തരില്ല കേട്ടാ. അമ്മ വേനാക്കണം. ഞാൻ കഴിക്കുന്നത് നീ അത് വേഗം ചൂടില്ലേ. you